ഒരു പവൻ ഇല്ലെങ്കിൽ പോലും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കപ്പെടാൻ ആണുങ്ങൾ റെഡിയാണ്. ഇവിടെ പലർക്കും പെണ്ണേ കിട്ടുന്നില്ല. ആ നാട്ടിലാണ് ഒരുത്തൻ 50 പവൻ ഉണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്ന ഭീഷണിപ്പെടുത്തുമ്പോൾ ഇവന് വേണ്ടി കയ്യും കാലും പിടിച്ച് ലൈവിൽ പൈസ ഇട്ട് നിങ്ങൾ കൊടുക്കുന്നു. ഇതൊക്കെ അവന് വല്ല വിലയുണ്ടാവും. കറക്റ്റാണ് പറഞ്ഞത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ ഒരാൾക്ക് ഇപ്പൊ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്ന് വിചാരിക്കും. ഈ പെൺകുട്ടിനെ കെട്ടിച്ചു വിടുന്ന സമയത്ത് അയാൾക്ക് അത്യാവശ്യം നല്ല ചെലവായിട്ടുണ്ടാവും, സ്ത്രീധനം കാര്യങ്ങളൊക്കെ. അപ്പൊ അയാൾ അപ്പൊ തന്നെ മനസ്സിലങ്ങനെ തീരുമാനം എടുക്കും, എന്റെ മകന്റെ കല്യാണത്തിന്റെ സമയത്ത് ഇത്ര തന്നെ കണ്ടുകെട്ടി തിരിച്ചു വാങ്ങണം. എന്നാ അയാൾ ചിന്തിക്കണ്ടേ, എന്റെ മകളെ കെട്ടിച്ചു വിടുമ്പോ ഞാൻ ഏറെ ബുദ്ധിമുട്ടിയതാണ്, അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്റെ മകൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട്ടുകാർ ആ ബുദ്ധിമുട്ട് നേരിടരുത് എന്ന് ചിന്തിച്ചാലല്ലേ? അത് ചിന്തിക്കൂല. അതാണ് പ്രശ്നം. പിന്നെ ഇപ്പൊ ഒരു ചെറിയ മാറ്റം വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാർഗൻ ചെയ്യൽ അങ്ങോട്ട് നിന്ന് ഇത്ര പവൻ സ്വർണം, ഇത്ര ലക്ഷം കാറ്, ആ പരിപാടി നിന്ന് ഇപ്പൊ പുതിയൊരു ടെക്നിക്കാണ്. നിങ്ങൾ എന്താ നിങ്ങളെ മക്കൾക്ക് കൊടുക്കണെന്ന് വെച്ചാൽ കൊടുത്താളിയാണ്. ഇതാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ ഉടായ്പ്. ഈ ഡയലോഗ് അടിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം, എന്റെ മാറ്റൊരു തറവാട്ടൊക്കൊന്നും ഒരിക്കലും അവരും അവരെ മക്കളെ കയ്യും വീശി പറഞ്ഞയക്കൂല എന്നുള്ളത്. കാരണം അവിടെ നോക്കിയാ അറിഞ്ഞൂടെ, വലിയ വലിയ ഇല്ലത്തുനിന്ന് അവിടെ കെട്ടിച്ചു കൊണ്ടുവന്നിക്കണതൊക്കെ തണ്ടൊക്കെ വണ്ണാന്നുള്ളത്. അതുകൊണ്ട് തന്നെ കണക്കിനെ കയറ്റി വിടുള്ളൂ എന്നുള്ളത് അറിയാം. ഇനിയിപ്പോ ഓരങ്ങനെ ചിന്തിച്ചില്ലാന്ന് വിചാരിക്കും, ഈ കുട്ടിന്റെ വാപ്പ അതിനെ വെറുതെ വിടും. അങ്ങോട്ടേക്ക് അങ്ങനൊന്നും പോയാൽ ശരിയാവില്ല മോളെ എന്നും പറഞ്ഞ് ഉള്ളതൊക്കെ വിറ്റ് പെറുക്കി കൊടുത്തയക്കൂലേ? അതാണ്.